അതുപോലെ തന്നെ സ്വർണം സമ്പാദ്യമായിട്ട് കരുതി വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അത് ഒരു പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നികുതി വരുമാനം അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിറകിൽ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ഒരു സമയപരിധി നൽകിയിട്ടുണ്ട്. 2021 ജനുവരി 15-നകം പഴയ സ്വർണങ്ങൾ മാറ്റി നൽകാം എന്നുള്ള ഒരു വ്യവസ്ഥ കൂടി ഇതിനകത്തുള്ളതുകൊണ്ട്. അപർണ, 2021 ജനുവരി 15-നാണ് ഈ നിയമം സമ്പൂർണ്ണമായി നിലവിൽ വരിക. അപ്പോൾ ഇപ്പോൾ ഈ തീരുമാനം ഔദ്യോഗികമായി പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി തന്നെയും പഴയ സ്വർണത്തിന്റെ ഒരു കൈമാറ്റ മൂല്യം ഇടിയാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വർണം ഒരു സമ്പാദ്യം. ഞാൻ തിരികെ വരാം. റഷീദ്, ദയവായി തുടരുക. ഒരു മിനിറ്റ്. ചെറുകിട സ്വർണ്ണ വ്യാപാരി ശ്രീ പത്മരാജ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പത്മരാജ്, പുതിയൊരു നീക്കത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സിന്റെ തീരുമാനപ്രകാരം ഇനി BIS സ്വർണം മാത്രമേ വിൽക്കാനാകൂ എന്നുള്ളത് മാത്രമല്ല, അല്ലാത്ത സ്വർണം വിറ്റ് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ പിഴയുമാണ് പറയുന്നത്. ഇതിനൊരു സമയപരിധി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് വലിയ സ്വർണ്ണ വ്യാപാരികളല്ലാത്തവരെ പ്രതികൂലമായി ബാധിക്കുമോ? കേൾക്കാമോ ശ്രീ പത്മരാജ്? കേൾക്കാമോ? ഇത് ചെറിയ വ്യാപാരികളെ, അതായത് വലിയ ഹോൾസെയിലേഴ്സ് അല്ലാത്ത സ്വർണ്ണ വ്യാപാരികളെ, വലിയ ഗോൾഡ് ജ്വല്ലറി ചെയിൻ ഒന്നുമില്ലാത്ത ചെറിയ സ്വർണ്ണ വ്യാപാരികളെ ഇത് മോശമായി ബാധിക്കുമോ? കേൾക്കാമെന്ന് കരുതുന്നു ശ്രീ പത്മരാജ്. സാങ്കേതിക തടസ്സങ്ങൾ, അദ്ദേഹത്തിലേക്ക് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. റഷീദിലേക്ക് ഒരിക്കൽ കൂടെ. റഷീദ് പറഞ്ഞു വന്നത് അത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു കൂടുതൽ പഴയ സ്വർണങ്ങളുടെ കൈമാറ്റം ഉണ്ടാകാനുള്ള ഒരു അവസരം കൂടെ തുറന്നു കൊടുക്കുക. പക്ഷെ അതുവഴി നികുതി പരമായിട്ടുള്ള ഒരു സ്രോതസ് കണ്ടെത്തുക. സർക്കാർ അങ്ങനെ ഒരു തീരുമാനം കൂടി ഇതിന്റെ പിറകിൽ ഉണ്ടാവും. അവരുടെ സ്വർണം ഒരു സമ്പാദ്യമായി വാങ്ങി സൂക്ഷിക്കുന്ന ശീലം ഇന്ത്യക്കാർക്ക് വളരെ കൂടുതലാണ്. ലോകത്ത് തന്നെ സ്വർണ്ണ സമ്പാദ്യം ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്കാണ് എന്ന തരത്തിലുള്ള കണക്കുകളും പുറത്തു വരുന്നു. ഈ സ്വർണത്തിന്റെ ഒരു സമ്പാദ്യം എന്ന നിലയിൽ സാധാരണക്കാർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ മൂല്യം ഇടിയും എന്നത് ഈ തീരുമാനത്തിന്റെ ഒരു വലിയ പ്രത്യാഘാതമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ഇത് ബാധിക്കാൻ പോകുന്നതും ആ രീതിയിലായിരിക്കും. ഈ തീരുമാനം ഔദ്യോഗികമായി പുറത്തു വന്ന സ്ഥിതിക്ക് ഉദ്ദേശിച്ചതിലും വളരെ ചുരുങ്ങിയ വിലയ്ക്കായിരിക്കും ഇനി ജുവലറുകൾ ഇത്തരം പഴയ സ്വർണം വിലയ്ക്ക് വാങ്ങുക. അപ്പോൾ ഒരു നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണവില പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിൽ വളരെയേറെ കുതിച്ചു വരുന്നു. ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് സ്വർണം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ സ്വർണം കൈവശമുള്ള പല ആളുകളും അതിനെ ഒരു നിക്ഷേപമായി കരുതിയിരുന്നു. ആ സ്വർണത്തിന്റെ, അതിൽ BIS ഹോൾമാർക്ക് ഇല്ലാത്ത സ്വർണത്തിന്റെയും സ്വർണ്ണാഭരണങ്ങളുടെയും മൂല്യം വലിയ തോതിൽ ഇടിയുമെന്നത് സാധാരണക്കാരെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. രാജ്യത്ത് 2021 മുതൽ ഇനി BIS സ്വർണത്തിലുള്ള വിൽപ്പന മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇത് ചെറുകിട സ്വർണ്ണ വ്യാപാരികളെ മോശമായി ബാധിക്കുമെന്നുള്ള അഭിപ്രായം ആണ് ന്യൂസ് 8നോട് പ്രതികരിക്കുന്നത്.